ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സൂലൂസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു വെറൈറ്റി ഇഫ്താർ സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് വേഗം ഒന്ന് പോയാലോ. ഇതിനായിട്ട് ഞാൻ 1/2 കിലോ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പോരെ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പോരെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ പോരെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായി കുഴച്ച് മാവ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിലേക്ക് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്ക് 1 മണിക്കൂർ ഒന്ന് പൊത്തി വെച്ച് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ ഒന്ന് ചൂടാക്കാൻ വെക്കാം. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പോലെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇതിനായിട്ട് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പോലെ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്നാൽ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ചെറിയ തക്കാളി നന്നായിട്ട് പൊടിയായി അരിഞ്ഞത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വലിയ തക്കാളി ആണെങ്കിൽ 1 എടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു തക്കാളിയിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ നന്നായി ഉടഞ്ഞു വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇപ്പോൾ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കിലോ പോലെ ചിക്കന് ചെറിയ പീസായി കട്ട് ചെയ്തത് കൊട്ടൊന്നും ഇല്ലാത്ത പീസാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്കിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ വരെ ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ വരെ നമ്മുടെ ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് നന്നായിട്ട് കുക്കായി വരണം. അതുവരെ നമ്മുടെ ഈ ഒരു ചിക്കൻ നമുക്കൊന്ന് നന്നായി ഇളക്കി കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പോലെ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ പോലെ ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ക്യാപ്സിക്കം അതും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി എനിക്ക് വീണ്ടും നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്കിങ്ങനെ ഇളക്കിയതിന് ശേഷം നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് അങ്ങോട്ടേക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവ് നമുക്ക് ചെറിയ ബോൾസാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ചപ്പാത്തീൻ്റെ ആ ഒരു മാവിൻ്റെ അത്രയുള്ള ഒരു ബോൾസാണ് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത്. ഇത്ര പോലെയുള്ള ബോൾസാണ് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത്. അങ്ങനെ നമുക്കെല്ലാം മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഒരു ബോൾസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ചപ്പാത്തീൻ്റെ അത്ര വലുത് വേണ്ട, അതുപോലെ പൂരിനെക്കാട്ടി കുറച്ച് വലുതില്ല, ആ ഒരു സൈസിൽ വേണം നമുക്കിതിന് വേണ്ടിയിട്ട് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെയാണ് പരത്തിയെടുക്കുന്നത്. ഇനി നമുക്കൊരു ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇതിലേക്ക് ഒരു സൈഡ് തടവി കൊടുക്കാം. അതിനുശേഷം ആ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അങ്ങനെ ഇത് 3 സൈഡും നമുക്ക് വെള്ളം തടവി കൊടുത്തിട്ട് ഇതൊന്ന് മടക്കിയെടുക്കാം.
അപ്പോൾ ഇതൊരു കോണാകൃതിയിലുള്ള ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ ഈ ഒരു ഷേപ്പാണ് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് 3 സൈഡിലും കുറച്ച് വെള്ളമാക്കിയിട്ട് മടക്കിയെടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് ഇത് മടക്കിയെടുക്കേണ്ടത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മാവും നമുക്ക് ഇതുപോലെ റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്കൊരു മുട്ട ഒരു ബൗളിലേക്ക് ഉടച്ചു വയ്ക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വരെ ഒറിഗാനോ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു സ്നാക്സിൻ്റെ മുകളിൽ ഇതൊന്ന് തടവി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20-25 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം നിങ്ങളെ കയ്യിൽ ഓവൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പാനിൽ പിസ്സയൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത് പോലെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റി സ്നാക്സാണ്. ഒട്ടും ഓയിലൊന്നും ഇല്ലാത്ത ഒരു സ്നാക്സ് ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ഇൻഷാ അല്ലാഹ്.